ഇപ്പോൾ സന്നിധാനത്ത് നിന്നും സുജു ടി ബാബു കൂടെ ചേരുകയാണ്. സുജു, 1400-ലധികം പോലീസുകാരെയാണ് വിവിധ ഇടങ്ങളിലായി സുരക്ഷയ്ക്കായി ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, പമ്പയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? അവിടെ ഞാനിപ്പോൾ ഉള്ളത് സന്നിധാനത്തല്ല, പമ്പയിലാണുള്ളത്. പമ്പയിലും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവന് സൂചിപ്പിച്ച പോലെ തന്നെ സന്നിധാനത്ത് വേണ്ട 1500-ലധികം പോലീസ് സേനാംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആദ്യ ഘട്ടം മുതൽ തന്നെ ഓരോ ഘട്ടത്തിലും പോലീസ് സേനയുടെ അംഗബലത്തിൽ വർധനവ് വരുത്തിക്കൊണ്ട് തന്നെ കൃത്യമായി സുരക്ഷാ മുന്നൊരുക്കങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് കൃത്യമായി ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് മകര വിളക്ക് കാണുവാൻ വേണ്ടി, മകരജ്യോതി ദർശിക്കാൻ വേണ്ടി 1.5 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്തും അല്ലെങ്കിൽ ശബരിമലയിലാകെ ഇന്ന് എത്തിച്ചേരുന്നത്. ഈ എത്തിച്ചേരുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചോളം സുഗമമായ ദർശനമൊരുക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനവും പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, സർക്കാരിൻ്റെ, ദേവസ്വം വകുപ്പിൻ്റെ, ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നെല്ലാം കൃത്യമായി മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. 10ഓളം ഇടങ്ങളിലാണ് തീർത്ഥാടകരെ സംബന്ധിച്ചോളം അവർക്ക് ഈ മകരവിളക്ക് ദർശിക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 6:40 കൂടി തന്നെ മകരവിളക്ക് ദർശിക്കാൻ തീർത്ഥാടകർക്ക് സാധ്യമാകും എന്നാണ് ഇപ്പോൾ കരുതാനാകുന്നത്. ഈ മകരസംക്രമ സന്ധ്യയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുവാൻ വേണ്ടിയുള്ള തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിലേക്ക് അടുക്കാറായിരിക്കുകയാണ്. 5:30 കൂടി തന്നെ ശരംകുത്തിയിലെത്തുമ്പോൾ അവിടെ നിന്നാണ് ഈ ക്ഷേത്ര ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഈ തിരുവാഭരണ ഘോഷയാത്രയെ വരവേറ്റുകൊണ്ട് ശ്രീകോവിലേക്ക് ആനയിക്കുന്നത്. 5:30-ക്ക് തന്നെ തിരുവാഭരണ ഘോഷയാത്ര തിരുവാഭരണ പേടകങ്ങൾ ശരംകുത്തിയിൽ എത്തുന്നതിനാണ് ഇപ്പോൾ കരുതാൻ സാധിക്കുന്നത്. അട്ടത്തോട് നിന്ന് പരമ്പരാഗത കാനന പാത വഴി തന്നെയാണ് ഈ തിരുവാഭരണ പേടകങ്ങൾ ശബരിമലയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. 3 പേടകങ്ങളാണ്, അതിൽ പ്രധാന പേടകവും 2 ഉപപേടകങ്ങളുമാണ് ഉള്ളത്. ഇത് ശിരസിലേറ്റിക്കൊണ്ട് 26 അംഗ സംഘമാണ് ശബരിമല സന്നിധാനത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര നടന്നു നീങ്ങുന്ന 26 അംഗ സംഘത്തിൽ കുളത്തിനാൽ ഗംഗാധര പിള്ളയാണ് ഗുരുസ്വാമി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള 26 അംഗ സംഘവും അതിനൊപ്പം നിരവധി തീർത്ഥാടകരും ശരണം വിളിയായി തന്നെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ കൂടെ കൊടും വനത്തിനുള്ളിൽ കൂടെ പരമ്പരാഗത പാതയിൽ കൂടെയാണ് ഇപ്പോൾ അവർ ശരംകുത്തിയിലേക്ക് നടന്നു നീങ്ങുന്നത്. 2000-ലധികം ആളുകളാണ് വിവിധ ഘട്ടങ്ങളായി ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ ഭാഗവാക്കായി മാറിയത്. നിരവധി സ്ഥലങ്ങളിൽ തിരുവാഭരണ ആളുകൾക്ക് ദർശിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ഈ വേളയിലെല്ലാം തന്നെ ധാരാളം തീർത്ഥാടകർ, ധാരാളം ഭക്തർ എത്തിയ ഒരു കാഴ്ചയാണ്. ഇത്തവണ ശബരിമലയിലും തീർത്ഥാടകരുടെ ഒഴുക്കായിരുന്നു ഉണ്ടായിരുന്നത്. മണ്ഡലകാലത്ത് നട തുറന്നതു മുതൽ തന്നെ ഇന്ന് ഏതാണ്ട് 60 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഈ മകരവിളക്ക് ദിവസമായി എന്നും തീർത്ഥാടകർ വലിയ തോതിൽ എത്തുന്ന ഒരു കാഴ്ചയാണ്. അതിനാലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വെർച്വൽ ക്യൂ ബുക്കിങ്ങിനും സ്പോട്ട് ബുക്കിങ്ങും ഒഴിവായിട്ടുണ്ട്. നേരത്തെ തന്നെ എത്തിയ തീർത്ഥാടകർ, ദിവസങ്ങൾക്ക് മുമ്പ് എത്തിയവരും ഈ ശബരിമല സന്നിധാനത്ത് തമ്പടിച്ചിട്ടുണ്ട്. ഇവർക്കെല്ലാം തന്നെ സുഗമമായി മകരവിളക്ക് ദർശനം നടത്താമെന്നാണ് ഇത്തവണ കരുതുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കാൻ തന്നെ സാധ്യത. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പമ്പയിലും 3 സ്ഥലങ്ങളിലാണ് തീർത്ഥാടകർക്ക് ഈ മകരവിളക്ക് ദർശിക്കാനുള്ള അവസരമുള്ളത്. ഒന്ന്, എൻ്റെ ഇടതുവശത്തായി ഹിൽ ടോപ്പ്, നമുക്ക് ഇവിടുന്ന് അത്ര ദൃശ്യമല്ലെങ്കിൽ പോലും ഹിൽ ടോപ്പിൽ 3 ഘട്ടങ്ങളുണ്ട്. മറ്റൊന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ, മറ്റൊന്ന് ഈ ശബരിമല ഈ പമ്പയിൽ അടുത്ത് തന്നെ അങ്ങനെ 3 സ്ഥലങ്ങളിലാണ് ഇവിടെ നിന്ന് മകരവിളക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. ഈ ശബരിമല ദർശനം കഴിഞ്ഞ സ്വാമിമാർ അല്ലെങ്കിൽ തീർത്ഥാടകർ, മാളികപ്പുറങ്ങളെല്ലാം തന്നെ ഇവിടെ ഈ ഹിൽ ടോപ്പിലും ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തായൊക്കെ തന്നെ മകര വിളക്ക് കാണുവാൻ വേണ്ടി ഒരു വട്ടം കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. നമുക്കറിയാം, നീണ്ട നാളത്തെ കാത്തിരിപ്പാണ്. ഒരു വർഷമായി ഇവർ ആഗ്രഹിക്കുന്ന ഒരു ദർശനം തന്നെയാണ് മകരവിളക്ക് ദർശിക്കുക എന്നത്. ഇപ്പോൾ എനിക്ക് പിന്നിൽ ഈ ധാരാളം തീർത്ഥാടകർ ഇനിയും ദർശനത്തിനായും കാത്തു നിൽക്കുന്നുണ്ട്. അവരെ ഇപ്പോൾ ദർശനത്തിനായി അനുവദിക്കില്ല. മകരവിളക്ക് എല്ലാം ആരാധന ഒക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ അവർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനമുള്ളൂ. ഏതെങ്കിലും തരത്തിൽ തീർത്ഥാടകരുടെ തടയുകയല്ല, മറിച്ച് ഈ നിരവധി തീർത്ഥാടകർ ഇതിനോടകം തന്നെ ഭക്തർ ഈ ശബരിമല സന്നിധാനത്തും പരിസരത്തും ഒക്കെ തന്നെ ധാരാളമായി തമ്പടിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തിക്കും തിരക്കും
ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ തീർത്ഥാടകർക്ക് ഇത്തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ചോദിച്ച പോലെ തന്നെ പമ്പയിലും സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി തന്നെ മുന്നൊരുക്കങ്ങൾ അതിന് പോലീസ് ഉദ്യോഗസ്ഥരുടെ IPS തലത്തിലുള്ള ഉദ്യോഗസ്ഥർ, DYSPമാർ, സർക്കിൾ ഇൻസ്പെക്ടർമാർ തുടങ്ങിയ നിരവധി ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ കൃത്യമായി ഇന്നെന്നല്ല ഈ ഏതാനും ദിവസങ്ങളായി തന്നെ പമ്പയും സന്നിധാനമൊക്കെ തന്നെ ഈ മകരവിളക്കിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ പമ്പയിൽ നിന്ന് പറയാനും സാധിക്കുന്നത് അതുതന്നെയാണ്, മകരവിളക്കിനായി പമ്പയും ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് മകരവിളക്ക് ദർശിക്കാൻ വേണ്ടി ആ സമയം നോക്കി തന്നെയാണ് പമ്പയിൽ നിൽക്കുന്ന ഓരോ തീർത്ഥാടകരും നിൽക്കുന്നത്. ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര ഏതാണ്ട് ശരംകുത്തിയിലേക്ക് അടുക്കുന്ന ഒരു കാഴ്ചയാണ്. ഏതാണ്ട് 5:30 തന്നെ തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിലെത്തും. അവിടെ നിന്നാണ് ആനയിച്ചുകൊണ്ട് പിന്നീട് ശബരിമല സന്നിധാനത്തിലേക്ക് പോകുന്നത്. പിന്നീട് 5:30 തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പനെ ദർശിക്കുവാൻ തീർത്ഥാടകർക്ക് അവസരം ലഭിക്കുക. അതിനായാണ് തീർത്ഥാടകർ കാത്തു നിൽക്കുന്നത്. തിരുവാഭരണം അണിയിച്ചുള്ള അയ്യപ്പനെ അല്ലെങ്കിൽ അത്തരത്തിൽ അയ്യപ്പനെ കാണുവാൻ ദർശിക്കുവാൻ വേണ്ടിയാണ് തീർത്ഥാടക ലക്ഷങ്ങൾ ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. എന്തായാലും 6:40 തന്നെ ശബരിമലയിൽ മകരവിളക്ക് ദർശിക്കാൻ തീർത്ഥാടകർക്കാകുമെന്നാണ് പ്രതീക്ഷ. ഇത്തവണ ദേവസ്വം വകുപ്പ് മന്ത്രി സൂചിപ്പിച്ച പോലെ തന്നെ മകരവിളക്കിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. സന്നിധാനത്തും പമ്പയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ സുരക്ഷ ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളാണ് സുജു ടി ബാബു നൽകിയത്.